ഒരുപക്ഷേ ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കേരളത്തിന് കിട്ടിയേക്കാം എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ വരുന്ന 10-ാം തീയതിക്ക് മുൻപ് ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭയുടെ അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടായേക്കാം. സുപ്രധാനമായ ഒരു അഴിച്ചുപണിയായിരിക്കും. ചില മന്ത്രിമാർ മാറിയേക്കാം. അങ്ങനെ വന്നാൽ കേരളത്തിന് ചില സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും 3 സീറ്റുകൾ കേരളത്തിൽ, നിയമസഭാ സീറ്റുകൾ കേരളത്തിൽ ജയിച്ചൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കിട്ടിയേക്കാം എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഒപ്പം വി മുരളീധരനെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇതിനിടയിൽ 4 സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ ഇതിനകം തന്നെ BJP നിയമിച്ചു കഴിഞ്ഞു. അങ്ങനെ വലിയൊരു പുനഃസംഘടന വരുമ്പോൾ കേരളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, കേരളത്തിന് സന്തോഷിക്കാവുന്ന ഒരു വിവരമാണ്. നമുക്കറിയാം, നിരവധി പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, ഈ 3-ാം മോദി സർക്കാരിൻ്റെ 2-ാം വാർഷികം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇനി വരാനിരിക്കുന്ന ദേശവ്യാപകമായുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ മോദി സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതുപോലെ ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അതുപോലെ ഗോവ, മണിപ്പൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അതിൽ UP, ഉത്തരാഖണ്ഡ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം ആദ്യം തന്നെ തെരഞ്ഞെടുപ്പുണ്ടാകും എന്നാണ് കരുതുന്നത്. മറ്റൊന്ന് പ്രധാന സംസ്ഥാനം പഞ്ചാബാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഏത് തരത്തിലുള്ള മാറ്റം വേണം എന്ന് ഒരു വശത്ത് ചർച്ചയുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ കൂടുതലായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭാ വികസനം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.